ഗൈസ്, നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ക്രീമി മഷ്റൂം കറി. അതിനായി നമ്മൾ ആവശ്യത്തിന് മഷ്റൂം എടുക്കുക. അതിന് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ നമ്മൾ ചോപ്പ് ചെയ്ത് നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് സവോള നമ്മൾ നല്ലപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബ്രൗൺ ഒന്നും ആവാൻ നിൽക്കണ്ട, ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾ ഇത് സോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിനുശേഷം നല്ലപോലെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒരു 3 മിനിറ്റ് നല്ല മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്തതിനു ശേഷം ഒരു പാത്രത്തിൽ ഇതും കൂടി മാറ്റി വെക്കുക. ആ സെയിം പാനിൽ തന്നെ ഒരു ക്യൂബ് ബട്ടറും അതിലേക്ക് ഒരു ചോപ്ഡ് ഗാർലിക്കും കൂടെ ആഡ് ചെയ്തതിനു ശേഷം നല്ലപോലെ കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ആഡ് ചെയ്താൽ പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ലപോലെ അതെല്ലാം കൂടെ നമ്മൾ ഇളക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വാം ടെമ്പറേച്ചറിലുള്ള പാലാവാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ എല്ലാം കൂടെ നിർത്താതെ ഒരു 3 മിനിറ്റ് ഒന്നും വേണ്ട, അതിനു മുന്നേ ഇതുപോലെ ക്രീമി ടെക്സ്ചറായി നമുക്ക് കിട്ടും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം മിക്സ് ആണ് ഈ മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്ലെയിമിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ വെക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഫ്ലേവറിങ്ങിനൊക്കെ ആയിട്ട് കുറച്ച് പെപ്പറും അതുപോലെ തന്നെ കസൂരി മേത്തിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഒരു ബൗളിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സിമ്പിൾ ഡിഷ്. സിമ്പിൾ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.